ഹലോ, ഇന്ന് ഒരു റമലാൻ ഈവനിങ് വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ റമലാനായ ഈവനിങ്ങിലാണല്ലോ നമുക്ക് കിച്ചൺ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലൈറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കിച്ചൺ തുറന്ന് വന്നിട്ട് കുറച്ച് ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടീസിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഓർത്തത്, എന്നാൽ പിന്നെ അതൊരു ഈവനിങ് വ്ളോഗാക്കാം, നമുക്ക് റമലാൻ ഡേ 1 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. നമുക്ക് ഒമാനിൽ ഇന്നലെ ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്നലെയാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലൊക്കെ ഇന്നാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈവനിങ് ടൈമിൽ ഭയങ്കരമായിട്ട് ബിസി ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഈവനിങ് റമലാനൊക്കെ ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറി, സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഉള്ള ഒരു റെസിപ്പിയൊക്കെ ആയിട്ട് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കണ്ട. പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളിയും ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വഴറ്റണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി കുക്കറിൽ വിസിലടിച്ച് വേവിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ വഴറ്റി കൊടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഈ കറി തൂമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിതിൽ തൂമിക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് കറി വെക്കുന്നതെങ്കിൽ ചിക്കൻ കറി ലാസ്റ്റ് തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് നമ്മൾ ഇതിൽ തൂമിച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കാം. ഞാൻ വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മളൊരു ആ തേങ്ങ അരപ്പും കൂടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്നും മുളകും പൊടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ പിന്നെ കളറ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കളറൊന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു തേങ്ങാരപ്പ് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു കളറായിരിക്കും കേട്ടോ ചിക്കൻ കറിക്ക്. പക്ഷേ എനിക്കിവിടെ ഒരു സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് ഇട്ട മഞ്ഞൾപ്പൊടി അല്പം കൂടിപ്പോയി. കാരണം എൻ്റെ കറിക്ക് കുറച്ചൊരു മഞ്ഞ കളർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടച്ചു വെച്ചു, അങ്ങനെ വിസിലടുപ്പിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ഇടാൻ മറന്നുപോയി ഗൈസ്. നമ്മുടെ ചിക്കൻ കറിയിൽ ചിക്കൻ ഇടാൻ മറന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചിക്കൻ ഇടാൻ മറന്നുപോയി എന്നുള്ളതൊരു 4-5 വിസിൽ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും കുക്കർ തുറന്നിട്ട് നമ്മുടെ കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉരുളങ്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് വെന്തു. അപ്പോൾ ഒരു ഭയങ്കര കൊഴുപ്പുള്ളൊരു തിക്കറി പോലെയാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഉരുളങ്കിഴങ്ങ് അത്ര അങ്ങോട്ട് ഒരുപാടങ്ങ് വെന്ത് തുടങ്ങാതെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇതേപോലെ ചിക്കനൊക്കെ ഇടാൻ മറന്നു പോകാതിരുന്നാൽ മതി. അങ്ങനെ ഒരു 4-5 വിസിലിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങയുടെ അരപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയിൽ നമ്മൾ എന്തൊക്കെ ഇട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പകുതി പച്ചത്തേങ്ങയും പിന്നെ അതേപോലെ തന്നെ പകുതി വറുത്ത തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് കൊടുക്കുന്ന വറുത്ത തേങ്ങയാണ്. പിന്നെ അതിലേക്കൊരു 3-4 ചെറിയുള്ളിയും പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകവും വേപ്പിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരക്കണ്ട. അങ്ങനെ ഒരു തിക്ക് ആയിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് അത് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഞാനത് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഒന്ന് തൂമിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. തൂമിക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മളിവിടെ ഒരു ഇതിനെ തൂമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറുതാക്കിയിട്ട് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കറി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതേപോലെ ചിക്കനൊക്കെ ഇടാൻ മറന്നു പോവാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിൻ്റെ ഒരു ചെറിയ കുത്തലുണ്ടായിരുന്നു. അത് തേങ്ങയിലിടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി കുറച്ചൊരൽപ്പം കൂടിപ്പോയി. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, മസ്റ്റായിട്ടൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തീർച്ചയായിട്ടും നാളെ തന്നെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അതുപോലെ വരാൻ പറ്റട്ടെ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.